ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ NIOSന്റെ +2 ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 24 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ചാപ്റ്റർ 24 എന്ന് പറയുന്നത് ദ ഇന്റർ വാർ പീരീഡ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? അപ്പൊ ഇനി നമുക്ക് തുടർന്ന് പഠിക്കാനായിട്ടുള്ളത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ശേഷം എന്തെല്ലാം ഉണ്ടായി, അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിലോട്ട് നയിച്ച ഘടകങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരും മടി കൂടാതെ നന്നായിട്ട് ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. അപ്പൊ നിങ്ങളുടെ എഫോർട്ട് എത്രത്തോളം എടുക്കുന്നുണ്ട് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസൾട്ട് അല്ലെ? അപ്പൊ നന്നായിട്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് നമ്മുടെ +2 എന്ന് പറയുന്നത് എടുക്കാനായിട്ട് സാധിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെറിയ ലെക്ചർ നോട്ടായിട്ടോ അല്ല എങ്കിൽ നിങ്ങളുടെ തന്നിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള ഗൈഡിൽ രേഖപ്പെടുത്തിയോ എങ്ങനെ വേണോ നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ നമ്മുടെ വൈകിപ്പിക്കേണ്ട ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. ചാപ്റ്റർ 24 സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധമാണ് അല്ലെ? എല്ലാവർക്കും അറിയാം യുദ്ധം എന്ന് പറയുന്നത് അല്ലെ വാർ എന്ന് പറയുന്നത് ഒരു തരത്തിലും ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നത് ഒന്നുമല്ല. ഒരു തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഇല്ലാത്ത ഒരു ഫാക്ടറാണ് യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാർ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് വേൾഡ് വാർ പഠിച്ചപ്പോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ പഠിച്ചു. എല്ലാ രാജ്യങ്ങളും അല്ലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വാർസ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാർ. ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡറ്റും ത്രികക്ഷി സൗഹാർദ്ദവും ത്രികക്ഷി സഖ്യവും ഒക്കെ ഉടലെടുത്ത ഒരു യുദ്ധമാണ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡ് വേൾഡ് വാറിലും അതുപോലെ എന്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പൊ സെക്കൻഡ് വേൾഡ് വാറിൽ നമ്മൾ പഠിക്കും മുമ്പേ നമുക്ക് ഫസ്റ്റ് വേൾഡ് വാർ എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണമല്ലോ അല്ലെ? ഒരുപാട് പേര് മരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു ഫസ്റ്റ് വേൾഡ് വാർ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ധാരാളം രാജ്യങ്ങൾക്ക് പരസ്പരം തന്റെ രാജ്യമാണ് ഏറ്റവും നല്ലത്, മറ്റു രാജ്യങ്ങളെല്ലാം വെറും ഒരു ശൂന്യമാണ് എന്നെല്ലാം വിശ്വസിച്ചുകൊണ്ട് ഫസ്റ്റ് തന്റെ രാജ്യത്തെ മാത്രം മോട്ടിവേറ്റ് ചെയ്യാനും തന്റെ രാജ്യത്തോട് അമിതമായ ഫീലിംഗ് അല്ലെ? മറ്റു രാജ്യങ്ങളെല്ലാം എങ്ങനെയാണ് വിട്ടത്? അവർക്കൊന്നും ഒരു കഴിവില്ല, അവരോടുള്ള ദേശീയത അതെല്ലാം വെറുപ്പായിട്ടൊക്കെ മാറുന്നു. അതാണ് അക്രമാസക്തമായ ദേശീയത നമ്മൾ പഠിച്ചത്. പിന്നെ ആ സമയത്ത് തന്നെ മറ്റു രാജ്യങ്ങളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം, എങ്ങനെയെല്ലാം തകർക്കാം എന്നുള്ള രീതിയിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് എല്ലാ രാജ്യങ്ങളും ചെയ്തത്. പരസ്പരം ഒരു സ്നേഹബന്ധം ഒന്നും തന്നെ അവർക്കില്ലായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് ധാരാളം എക്കണോമിക് ഫാക്ടർ ഉണ്ട്. എക്കണോമിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ധാരാളം സാമ്പത്തികപരമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മിലിറ്ററി പവർ, ഇതൊക്കെ. പിന്നെ നമ്മൾ അവസാനം പഠിച്ചു പെട്ടെന്നുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഓസ്ട്രിയയിലെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സെർബിയൻ യുവാവായ ഇവിടെ പ്രിൻസിപ്പ് അല്ലെ ഗാവിലോ പ്രിൻസിപ്പ് വെടിവെച്ച് കൊന്നതാണ് പെട്ടെന്ന് രണ്ടാം ലോക മഹായുദ്ധം ഉടലെടുക്കാനിടയായ കാരണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെയാണ് നമ്മൾ വച്ച് നിർത്തിയത്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും പൂർണ്ണമായ കുറ്റക്കാരനായിട്ട് നമ്മൾ ഒരു രാജ്യത്തെ കണക്കാക്കി. ആ രാജ്യമാണ് ഏത്? ജർമ്മനി എന്ന് പറയുന്നത്. ആ ജർമ്മനി എന്ന് പറയുന്ന രാജ്യം കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉടലെടുത്തത് എന്ന് പറയുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജർമ്മനി ആരാണെന്ന് അറിയാലോ, ജർമ്മനി ഏതൊരു കൺട്രിയാണെന്ന് അറിയാലോ. അപ്പൊ ജർമ്മനിയുടെ മേളില് എല്ലാ കുറ്റവും, യുദ്ധത്തിന്റെ എല്ലാ കുറ്റവും യുദ്ധം ജർമ്മനി കാരണമാണ് ഉടലെടുത്തതെന്നും ജർമ്മനിയാണ് ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തത് മൊത്തം ബാധ്യസ്ഥനാണ്, എന്ത് പ്രശ്നം വന്നാൽ അനുഭവിക്കാൻ ജർമ്മനിയാണ് ബാധ്യസ്ഥൻ എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയുടെ മേല് കുറ്റം എന്ത് ചെയ്തു? അടിച്ചേൽപ്പിക്കുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ ജർമ്മനി എന്ത് ചെയ്തു? എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ജർമ്മനി എന്ത് ചെയ്തു? മാറ്റി നിർത്തുകയും ഹ്യൂജ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എമൗണ്ടുകൾ അല്ലെങ്കിൽ അവരിൽ നിന്നും ഈടാക്കുകയുണ്ടായി. അവരുടെ രാജ്യങ്ങള് അതുപോലെ തന്നെ അവരുടെ കപ്പലുകള് ഹനി തൊഴിലാളികൾ ഹനി ഉണ്ടല്ലോ, ഹനന വ്യവസായം ഇതെല്ലാം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഞാൻ ഒരു ഓവറോൾ ആയിട്ട് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ 5 ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വെയർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ട്രീറ്റി ഓഫ് വെർസായ് ഡിഡ് ദേ കണ്ടെയ്ൻ സീഡ്സ് ഓഫ് അനദർ വാർ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേഴ്സായ് ഉടമ്പടി, വേഴ്സായ് സന്ധി, ട്രീറ്റി ഓഫ് വേഴ്സായ്. ഈ വേഴ്സായ് സന്ധി പ്രകാരമാണ് ജർമ്മനിയില് എല്ലാ കുറ്റങ്ങളും ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയുണ്ടായ സന്ധിയെയാണ് എന്ത് വിളിക്കുന്നത്? ട്രീറ്റി ഓഫ് വെർസായ്. മനസ്സിലായോ? ജർമ്മനിയാണ് ഈ യുദ്ധത്തിന് കാരണക്കാരൻ. ഈ എല്ലാ യുദ്ധത്തിന്റെയും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. അതുകൊണ്ട് ജർമ്മനി എന്ത് ചെയ്യണം? എല്ലാ രാജ്യങ്ങളും
പിന്തള്ളണ്ട, എന്താണ് പിന്താങ്ങണമെന്നല്ല, എല്ലാ രാജ്യങ്ങളും എന്ത് തള്ളിക്കളയണം. ജർമ്മനിക്ക് എന്താണ് കൂടുതലായിട്ട് കടങ്ങൾ ജർമ്മനിയിൽ നിന്ന് എന്ത് ചെയ്യണം, പൈസകൾ ഇങ്ങോട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വന്ന ഒരു സന്ധിയാണ് എന്ത് വിളിക്കുന്നത്, വേഴ്സായി സന്ധി അല്ലെങ്കിൽ വേഴ്സായി ഉടമ്പടി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫസ്റ്റ് വേൾഡ് വാറിന് ലാസ്റ്റ് സ്റ്റേജില് ഫ്രാൻസിസ് എന്താണ് വേഴ്സായി കൊട്ടാരത്തിൽ കൂടി സമാധാന ഉടമ്പടിയാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കുള്ള വിത്തുകൾ പാകാനിടയ സംഭവം എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വെയർ ദ പ്രൊവിഷൻസ് ഓഫ് ട്രീറ്റി ഓഫ് വെർസൈ ഡിഡ് ദേ കണ്ടെയ്ൻ ഓഫ് സീഡ്സ് ഓഫ് അനദർ വാർ? രണ്ടാമത്തെ ഒരു വാറിലോട്ട് എന്ത് ചെയ്യുകയാണ്, പോവുകയാണ് അല്ലെ, രണ്ടാമത്തെ വാറിലോട്ട് പോവുകയാണ്. പോകാൻ കാരണം എന്താണ്? ജർമ്മനിയുടെ മേൽ എന്ത് ചെയ്തു, യുദ്ധത്തിന്റെ എല്ലാ കാര്യങ്ങളും, യുദ്ധം നടക്കാനിടയായ കാരണങ്ങൾ ജർമ്മനിയാണ് എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയുടെ മേൽ എന്ത് ചെയ്തു, നഷ്ടപരിഹാരം ചുമത്തുകയുണ്ടായി. ഇതിനെ എന്ത് വിളിക്കുകയാണ്? വേഴ്സായി സന്ധി എന്ന് വിളിക്കുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പര്യവസാനത്തിലാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? വേഴ്സായി സന്ധി ജർമ്മനിയുമായിട്ട് ഉണ്ടാക്കിയത്. ജർമ്മനി ആയിരുന്നു ഈ സന്ധിയിലെ എതിർ കക്ഷി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ജർമ്മനിയാണ് എല്ലാ യുദ്ധത്തിന്റെയും കാരണക്കാരൻ. ജർമ്മനി കാരണമാണ് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത്, ഇത്രയും വലിയൊരു യുദ്ധം ഉണ്ടായതെന്ന് എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യുകയുണ്ടായി? പരോക്ഷമായും പ്രത്യക്ഷമായും പറയുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ജർമ്മനിയിൽ എന്ത് ചെയ്തു, ധാരാളം നിയമങ്ങൾ ഇങ്ങോട്ട് അവർ എന്ത് ചെയ്തു, ഈടാക്കാനായിട്ട് തുടങ്ങി. 23 ബില്യൺ ഡോളർ, 23 ബില്യൺ ഡോളർ എന്ത് ചെയ്യണം, ജർമ്മനി കൊടുക്കണം. മറ്റ് രാജ്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യണം, നഷ്ടപരിഹാരമായി ജർമ്മനി കൊടുക്കണം. അത് മാത്രമല്ല, ജർമ്മനിയുടെ പ്രധാനപ്പെട്ട സ്ഥലമായ അൽസൈസ് ലോറേൻ, മനസ്സിലാവുന്നുണ്ടോ? അൽസൈസ് ലോറേൻ എന്ന് പറയുന്ന സ്ഥലം എന്ത് ചെയ്യണം, ആർക്ക് കൊടുക്കണം? ഫ്രാൻസിന് കൊടുക്കണം. എഗ്രിമെന്റ്സ് ആണ്, ഇവർ വെച്ച എഗ്രിമെന്റ്സ് ആണ്. ഒന്നാമത്തത് എന്താണ്? 23 ബില്യൺ ഡോളർ നഷ്ടപരിഹാരം വെക്കണം. രണ്ടാമത്തത് ജർമ്മനിയുടെ ഏറ്റവും ഫലപുഷ്ടമായ സ്ഥലമായിരുന്നു എന്തെന്ന് പറയുന്നത്, അൽസൈസ് ലോറേൻ എന്ന് പറയുന്ന സ്ഥലം. ഇത് ആർക്ക് കൊടുക്കണം? ഫ്രാൻസിന് കൊടുക്കണം, തിരികെ നൽകണമെന്നും. ഇനി പിന്നെ എന്താണ്, നഷ്ടപരിഹാരമായി കൊടുക്കണമെന്നും. സാർ എന്ന് പറയുന്ന ഒരു കൽക്കരി ഖനി ഉണ്ടായിരുന്നു, അത് എന്ത് ചെയ്യണം, 15 വർഷത്തേക്ക് 15 ഇയേഴ്സിന് ആർക്ക് കൊടുക്കണം? ഫ്രാൻസിന് വിട്ടുകൊടുക്കണമെന്നും വ്യവസ്ഥയുണ്ടായി. അപ്പൊ എഗ്രിമെന്റ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് 23 ബില്യൺ ചോദിക്കും. വെഴ്സായി സന്ധിയിലെ എഗ്രിമെന്റ്സ് ഏതൊക്കെയാണ്? 23 ബില്യൺ ഡോളേഴ്സ് എന്ത് ചെയ്യണം, നഷ്ടപരിഹാരം കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കണം. രണ്ടാമത്തത് അൽസൈസ് ലോറേൻ എന്ന് പറയുന്ന പ്രദേശങ്ങൾ ആർക്ക് വിട്ടുകൊടുക്കണം? ഫ്രാൻസിന് വിട്ടുകൊടുക്കണം. പിന്നെ സാർ എന്ന് പറയുന്ന കൽക്കരി ഖനി എന്ത് ചെയ്യണം, വിട്ടുകൊടുക്കണം. പിന്നെ പടിഞ്ഞാറൻ പ്രഷ്യ എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുത്തി പോളണ്ട് എന്ന ഒരു പുതിയ രാഷ്ട്രം രൂപീകരിക്കുകയും ജർമ്മൻ കോളനികൾ, യുദ്ധ കപ്പലുകൾ, യുദ്ധ വിമാനങ്ങൾ തുടങ്ങിയവയെല്ലാം എന്ത് ചെയ്തു, വിജയിച്ച രാജ്യങ്ങൾ വീതിക്കപ്പെട്ടെടുത്തു. മനസ്സിലായോ? വിജയിച്ച രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ ആയിരിക്കാം? അമേരിക്ക, അതുപോലെ തന്നെ ഫ്രാൻസ്, ഇവരൊക്കെ എന്ത് ചെയ്തു, വീതിച്ചെടുത്തു. ഏതൊക്കെയാണ്? ജർമ്മൻ കോളനികള്, യുദ്ധ കപ്പലുകള്, ജർമ്മനിയുടേതായ എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്തു, വീതിച്ച് എടുക്കുകയുണ്ടായി. ജർമ്മനിനെ വെറും ഒരു കറിവേപ്പില എന്നുള്ള രീതിയിൽ മാറ്റി വയ്ക്കുകയുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ജർമ്മനിയെ പൂർണ്ണമായിട്ട്, ജർമ്മനിക്ക് ഇനി വെടി ഉതിർത്താനോ സൈനികപരമായ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും അവകാശമില്ല. അവരെ നിരായുധീകരിച്ചു. വെഴ്സായി ഉടമ്പടി പ്രകാരം റൈൻ എന്ന് പറയുന്ന നദിയുടെ കരയില് എന്താണ് 15 വർഷത്തേക്ക് സഖ്യകക്ഷികൾ എന്ത് ചെയ്തു, അതും കൈവശപ്പെടുത്തി. ജർമ്മനിയുടെ എല്ലാ കുറ്റവും ചുമത്തി എന്ത് ചെയ്തു, ജർമ്മനിയെ ഒരു തരത്തിലും എന്താണ് മുന്നോട്ട് പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്തു, മാറ്റിവെച്ചു. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇടയാക്കി. മനസ്സിലാകും? അപ്പൊ ഏതെങ്കിലും കൺട്രി സഹിക്കുമോ ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയോ? ഇല്ല. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിലോട്ട് എന്ത് ചെയ്തു, ജർമ്മനി ഉൾപ്പെടെ മറ്റു രാജ്യങ്ങള് സെക്കൻഡ് വേൾഡ് വാറിലോട്ട് നയിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഒരു വേൾഡ് വാർ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു വേൾഡ് വാർ കഴിയുമ്പോൾ തന്നെ ആകെക്കൂടെ എന്തുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പൊ രണ്ടാമത്തെ വേൾഡ് വാർ കൂടെ വരുമ്പോ എന്താ സംഭവിക്കും നമുക്ക് പറയുന്നതിന് അപ്പുറമായിരുന്നു അല്ലെ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പര്യവസാനത്തിൽ എന്താ സംഭവിച്ചത്? വേഴ്സായി കൊട്ടാരത്തിലാണ് എന്ത് വെച്ചത്, നമ്മള് വേഴ്സായി ട്രീറ്റി വെച്ചത്. ട്രീറ്റിയിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? രാജ്യങ്ങളും മറ്റു രാജ്യത്തിലെ ജനങ്ങളും രാജ്യവും ഒക്കെ പറഞ്ഞത് എന്താണ്, എല്ലാ കുറ്റവും ആരുടെ തലയിലാണ് കെട്ടിവെച്ചത്? ആരുടെ തലയിൽ കെട്ടിവെച്ചു? ജർമ്മനിയുടെ തലയിൽ കെട്ടിവെച്ചു. യുദ്ധം തുടങ്ങാൻ കാരണക്കാരൻ ആരാണ്? ജർമ്മനിയാണെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. രണ്ടാമത് എന്താണ്, 23 ബില്യൺ ഡോളർ എന്ത് ചെയ്യണം, നഷ്ടപരിഹാരമായിട്ട് ജർമ്മനി എന്ത് ചെയ്യണം, കൊടുക്കണം. പിന്നെ ജർമ്മനിയുടെ ഏറ്റവും ഫലപുഷ്ടമായ ഒരു സ്ഥലമായിരുന്നു ഏതെന്ന് പറയുന്നത്, അൽസൈസ് ലോറേൻ എന്ന് പറയുന്ന സ്ഥലം. അത് ആർക്ക് കൊടുക്കണം? ഫ്രാൻസിന്
നൽകണം. രണ്ടാമത്തത് എന്താണ്? ഇതിനൊക്കെ പുറമെ എന്താണ്? നഷ്ടപരിഹാരമായി എന്ത് ചെയ്യുന്നു? സാർ എന്ന് പറയുന്ന ജർമ്മൻ കൽക്കരി ഖനി 15 വർഷത്തേക്ക് ഫ്രാൻസിന് വിട്ടുകൊടുത്തു. മനസ്സിലായോ? രണ്ടാമത്തത് എന്താണ്? ജർമ്മനിലെ കോളനികള്, യുദ്ധ കപ്പലുകള്, ജർമ്മനിയിലെ യുദ്ധവിമാനങ്ങള് ഒക്കെ എല്ലാം എന്ത് ചെയ്തു? നിരായുധീകരിച്ചു. ജർമ്മനിക്ക് ഇനി ഒന്നിനും റൈറ്റ്സ് ഉണ്ടോ? ഏതെങ്കിലും കാര്യത്തിന് റൈറ്റ് ഉണ്ടോ? ഇല്ല. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? നിരായുധീകരിച്ചു. അപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി എന്ത് ചെയ്തു? ജർമ്മനി വെറും ഒരു ശൂന്യമായി മാറി, അല്ലെ? വെറും ഒരു സീറോയായി, ബിഗ് സീറോ ആയിട്ട് മാറി. അത് തന്നെ എന്തിനോട്ട് കാരണമായി? രണ്ടാം ലോക മഹായുദ്ധത്തിന് വഴിതെളിക്കുകയുണ്ടായി. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഒന്നാമത്തെ വേഴ്സായ് ഉടമ്പടി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പറയണോ? രണ്ടാമത്തത്, ഡിസ്ക്രൈബ് ദ റൈസ് ഓഫ് മുസോളിനി ടു പവർ ഇൻ ഇറ്റലി. ഹൗ ഡിഡ് ഹി ഡീൽ വിത്ത് ദ റിപ്പോസിഷൻ? ഓക്കെ, എങ്ങനെയൊക്കെയാണ്? അപ്പം നമ്മുടെ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടത് ഈ സമയത്ത് വന്ന കുറച്ച് സംഘടനകളുണ്ട്. മുസോളിനിയും അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ പാർട്ടിയും. മുസോളിനിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ബോർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നമ്മൾ ബോർഡിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ചെറിയ ചെറിയ പോയിന്റ്സും കാര്യങ്ങളൊക്കെ. നോക്കിയാൽ അറിയാൻ നമുക്ക് കഴിയും. ഫാസിസം എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ആരാണ്? ഇറ്റലിയാണ്, മുസോളിനിയാണ്. അപ്പൊ ഇത് ഞാൻ ഒരു ഹിന്റ് പോലെ നിങ്ങൾക്ക് ഒരു ഷോർട്സിൽ ഞാൻ പറയുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുക. വൺ വേർഡ് ആണ്. നമുക്കിവിടെ നോക്കാം. 1919 പാരീസ് സമാധാന സന്ധിയിൽ നിന്ന് ഉളവായ നിരാശബോധമായിരുന്നു ഇറ്റലിനെ ഫാസിസത്തിലേക്ക് നയിച്ചത്. അപ്പൊ ഇറ്റലി ഏതിലോട്ട് പോവുകയാണ്? ഫാസിസം എന്ന് പറയുന്ന ഒരു സംഘടനയിലോട്ട് പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റലി എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ കുറുക്കൻ എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. അതായത് അങ്ങ് നിൽക്കും ഇങ്ങ് നിൽക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ് ഇറ്റലി കാണിച്ചത്. അതായത് കുറച്ച് സമയം എന്താണ് ലാസ്റ്റ് സമയത്ത് യുദ്ധത്തിൽ നിന്ന് എന്ത് ചെയ്തു? പിൻവാങ്ങുകയും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചരിത്രം പഠിക്കുമ്പോൾ. ഇവിടെ എന്താ പറയുന്നത്? 1919 പാരീസ് സമാധാന സന്ധിയിൽ ഉളവായ എന്താണ്? നിരാശബോധം ഇറ്റലി എന്ത് ചെയ്തു? ഫാസിസത്തിലോട്ട് നയിച്ചു. ഇറ്റലി എന്താ സംഭവിച്ചത്? നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ 7 ലക്ഷത്തോളം ഇറ്റാലിയിലെ യുവാക്കൾ എന്ത് ചെയ്തു? കൊല്ലപ്പെടുകയും ഇതിനു പുറമെ ഇറ്റലിയുടെ സാമ്പത്തിക അടിത്തറയൊക്കെ എന്ത് ചെയ്തു? തകർന്നു. ഇറ്റലി ടോട്ടലി എന്ത് ചെയ്തു? ഡിസ്ട്രോയ്. മനസ്സിലായോ? അതായത് ഇറ്റലിയിലെ സാമ്പത്തിക ഭദ്രതയെല്ലാം തകരുകയുണ്ടായി. എന്നാൽ യാതൊരു നഷ്ടപരിഹാരവും ഇവർക്ക് എന്ത് ചെയ്തില്ല? ലഭിച്ചില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ജർമ്മനിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലോട്ട് നമ്മൾ എന്ത് കൊടുത്തു? നഷ്ടപരിഹാരം കൊടുത്തു, കുറ്റം ചുമത്തിയിട്ട്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇറ്റലിക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടും ഇറ്റലിക്ക് 1 രൂപ പോലും എന്ത് കിട്ടിയില്ല? നഷ്ടപരിഹാര തുകയായിട്ട് ലഭിച്ചില്ല. മാത്രമല്ല ഇറ്റലിയിലെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഭക്ഷ്യക്ഷാമം ഒക്കെ ഉടലെടുത്തു. അവർ എന്താ സംഭവിച്ചത്? ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും സ്ട്രൈക്ക് ഒക്കെ ചെയ്തിട്ട് അവകാശം നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചു. ഒരുപാട് അക്രമങ്ങൾ അഴിച്ചുവിട്ടും ഇറ്റലിയിലെ ജനങ്ങള് എന്ത് ചെയ്തു? ഒരുപാട് മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയും പാർട്ടികൾ രൂപീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒന്നും തന്നെ അവിടെ നടന്നില്ല. ഇതിനെതിരായിട്ടാണ് പ്രഭുക്കന്മാർ, മുതലാളി വർഗം എല്ലാവിധ സഹായങ്ങളും ഫാസിസ്റ്റുകൾക്കായി വാഗ്ദാനം ഈ പ്രസ്ഥാനം വരേണി വർഗത്തിന്റെ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ആര് വരികയാണ്? മുസോളിനി എന്ന് പറയുന്ന ഒരു നായകൻ രംഗപ്രവേശനം ചെയ്യുന്നത്. കഥ പോലെ പഠിച്ചു വെക്കുക. എന്താണ്? ഈ ഒന്നാം ലോക മഹായുദ്ധത്തില് 7 ലക്ഷത്തോളം സൈനികർ നഷ്ടപ്പെട്ട ഇറ്റലിക്ക് യാതൊരു തരം എന്തും കിട്ടിയില്ല. സൈനിക സഹായങ്ങളോ മറ്റ് നഷ്ടപരിഹാര തുകകളോ ഒന്നും തന്നെ ലഭിച്ചില്ല. പിന്നെ അത് മാത്രമല്ല, ഭക്ഷ്യക്ഷാമവും സാമ്പത്തിക അടിത്തറ ഇളകുകയും ചെയ്തു ഇറ്റലിയുടെ. ആ സമയത്താണ് ഇറ്റലിയെ രക്ഷിക്കാൻ എന്നുള്ള രീതിയിൽ ആര് വരികയാണ്? മുസോളിനി എന്ന് പറയുന്ന വ്യക്തി വരികയാണ്. മനസ്സിലായോ? അദ്ദേഹം വന്നിട്ട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ എന്ത് ചെയ്തു? അടിച്ചമർത്തി. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തുകയും അത് മാത്രമല്ല ഇറ്റലിയിൽ എന്താണ് മറ്റ് പാർട്ടികളെ എല്ലാം എന്ത് ചെയ്തു? അടിച്ചമർത്തുകയും ചെയ്തു. സോഷ്യൽ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഇറ്റലിയിൽ മുസോളിനി എന്ന് പറയുന്ന വ്യക്തി വരികയുണ്ടായി. മനസ്സിലായോ? ഇദ്ദേഹം എന്താണ്? സോഷ്യലിസ്റ്റ് പാർട്ടി വിടുകയും ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ഇദ്ദേഹം വന്നിട്ട് എന്ത് പാർട്ടിയാണ് രൂപീകരിച്ചത്? ഇറ്റലി ഫാസിസം എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചു. ഫാസിസം എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുകയും കറുത്ത കുപ്പായക്കാർ, ബോർഡ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കറുത്ത കുപ്പായക്കാർ എന്ന് പറയുന്ന ഒരു എന്താണ് സംഘടന രൂപീകരിക്കുകയും ചെയ്തു. കുറെ യൂത്ത് ആയിട്ടുള്ള കുട്ടികളെ പിടിച്ചു നിർത്തിയിട്ട്, യൗവനക്കാരെ പിടിച്ചു നിർത്തിയിട്ട് കറുത്ത കുപ്പായക്കാർ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ഇത് ചെയ്തത് ആരാണ്? നമ്മുടെ മുസോളിനിയാണ്. മനസ്സിലായോ? അടുത്തെന്താണ്? അക്രമാസക്തമായ രീതികളിലൊക്കെയാണ് ഇവർ എന്ത് ചെയ്ത് പ്രവർത്തിച്ചത്. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ സോഷ്യലിസ്റ്റ് പാർട്ടിയെ അട്ടിമറിച്ചുകൊണ്ട്, മനസ്സിലായോ? സോഷ്യലിസ്റ്റ് പാർട്ടിയെ അട്ടിമറിച്ചുകൊണ്ട് ആര് വരികയാണ്? നമ്മുടെ മുസോളിനി എവിടെ വരികയാണ്? ഇറ്റലിയിൽ വരികയാണ്. മനസ്സിലായി? ഇറ്റലിയിൽ ആര് വരികയാണ്? മുസോളിനി വരികയാണ്. എവിടെയാണ് നമ്മുടെ ഫാസിസം എവിടെ ഉടലെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഇറ്റലിയിലാണ്.
അതായത് രാജാക്കന്മാര് ഇവർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തില്ലല്ലോ. ആർക്ക് വേണ്ടിയിട്ട്? ഇറ്റലിയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ 7 ലക്ഷത്തോളം പേര് നഷ്ടമായിട്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ള സാഹചര്യത്തില് സോഷ്യലിസ്റ്റ് പാർട്ടിയെയും പ്രഭുക്കന്മാരെയും അട്ടിമറിച്ചുകൊണ്ട് ഇറ്റലിയിൽ ആര് വരികയാണ്? ഫാസിസത്തിലൂടെ മുസോളിനി വരികയുണ്ടായി. മുസോളിനി എന്ന് പറയുന്ന നേതാവ് വരികയും ഇദ്ദേഹം ഫാസിസം എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. പിന്നെ കറുത്ത കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്ന് പറയുന്ന ഒരു സംഘടന അദ്ദേഹം രൂപീകരിച്ചു. എന്തിനാണ് സംഘടന രൂപീകരിച്ചത്? എല്ലാ പ്രഭുക്കന്മാരെയും അട്ടിമറിക്കാനായിട്ട് തന്റെ മുമ്പിൽ ആര് വേണം? കുറച്ച് യുവാക്കൾ വേണം എന്നുള്ള ബോധത്തോടെ അദ്ദേഹം യുവാക്കളെ അണിനിർത്തിക്കൊണ്ട് കറുത്ത കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ധാരാളം അക്രമാസക്തമായ പരിപാടികൾ അദ്ദേഹം എന്ത് ചെയ്തു? അഴിച്ചുവിടുകയും ഭീകര പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. മനസ്സിലായോ? ഫാസിസ്റ്റുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യുദ്ധം എന്ത് ചെയ്യുന്നു? മനുഷ്യനെ മഹത്വവൽക്കരിക്കുന്നു, യുദ്ധം നല്ലതാണ്, യുദ്ധം മനുഷ്യന് നല്ലതേ ഉണ്ടാക്കൂ എന്ന് ഒരു വിചിത്രമായ ന്യായം നടത്തിയ ഗ്രൂപ്പായിരുന്നു ആര്? ഫാസിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? യുദ്ധം എന്താണ്? മഹത്വവൽക്കരിക്കും. യുദ്ധം നല്ലത്. നമ്മൾ എവിടെയെങ്കിലും പറയോ യുദ്ധം നല്ലതാണെന്ന്? ഒരിക്കലും ഇല്ല, അല്ലേ? യുദ്ധം നമുക്ക് ദോഷമല്ലേ സംഭവിച്ചു തരുള്ളൂ. നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യോ യുദ്ധത്തില്? നമുക്ക് എല്ലാം നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന യുദ്ധം മനുഷ്യനെ മഹത്വവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ മുസോളിനി എന്ന് പറയുന്നത്. അപ്പൊ നാസിസ് എന്താണെന്ന് മനസ്സിലായോ? സോഷ്യലിസ്റ്റ് എക്സാമിന് ചോദിക്കും. സോഷ്യലിസ്റ്റ് പാർട്ടിയെ എന്താണ്? തകിടം മറിച്ചുകൊണ്ട് അവിടേക്ക് വന്ന വ്യക്തിയാണ് ആര്? മുസോളിനി. എവിടെയാണ് ഫാസിസം വന്നത്? ഇറ്റലിയിലാണ്. എവിടെയാണ് വന്നത്? ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ 1-ാം ലോക മഹായുദ്ധത്തില് 7 ലക്ഷത്തോളം, എത്ര പേരാണ്? 7 ലക്ഷത്തോളം സൈനികർ മരിച്ചിട്ടും അവർക്ക് യാതൊരു നഷ്ടപരിഹാരവും എന്ത് ചെയ്തില്ല? ഇറ്റലിക്ക് ലഭിച്ചില്ല. ഇത് ഇറ്റലിക്ക് എന്ത് സംഭവിച്ചു? അതൃപ്തി നേരിടേണ്ടതായിട്ട് വന്നു, അല്ലെ? അതൃപ്തിയായി. അതായത് ഭരണകൂടത്തോട് എന്തു തോന്നി? ഒരു എന്താണ്? വെറുപ്പും അതൃപ്തി ഇവർക്ക് നേരിട്ടു. ഈ സമയത്താണ് ഫാസിസ്റ്റ് ആയിട്ട് ആര് വരികയാണ്? മുസോളിനി വരികയും സോഷ്യലിസ്റ്റ് പാർട്ടി അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം ഭരണത്തിൽ വരികയും അദ്ദേഹം എന്ത് ചെയ്തു? ഫാസിസം എന്ന് പറയുന്ന പാർട്ടിക്ക് രൂപം നൽകുകയും കറുത്ത കുപ്പായക്കാർ എന്ന് പറഞ്ഞ ഒരു യൂത്ത് വിങ് ആരംഭിക്കുകയും ചെയ്തു. മനസ്സിലായോ? സോഷ്യലിസ്റ്റ് പാർട്ടി അദ്ദേഹം എന്ത് ചെയ്തു? നീക്കം ചെയ്യുകയുണ്ടായി. മനസ്സിലായോ? എന്നിട്ട് എന്താ സംഭവിച്ച? ഫാസിസ്റ്റുകൾ എന്താ പറഞ്ഞു? യുദ്ധം മനുഷ്യനെ മഹത്വവൽക്കരിക്കുന്നു. യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന് നല്ലതാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ വിചിത്രമായ ഒരു സംഭാഷണം നടത്തിയ വ്യക്തിയായിരുന്നു നമ്മുടെ ഫാസിസത്തിലെ മുസോളിനി എന്ന് പറയുന്നത്. 1945 ഏപ്രില് അദ്ദേഹം എന്ത് ചെയ്തു? മുസോളിനി വധിക്കപ്പെട്ടു. യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1945 ഏപ്രില് മുസോളിനി എന്ത് ചെയ്തു? വധിക്കപ്പെടുകയാണ് ചെയ്തത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇതാണ് ഫാസിസം എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം നാസിസം. നാസിസം എന്ന് പറയുമ്പോൾ എന്താണ്? നാസിസം അത് ഇതുപോലെ ജർമ്മനിയിലാണ് നാസിസം വന്നിട്ട്. ബോർഡിൽ നോക്കിയാൽ കാണാൻ കഴിയും, ജർമ്മനിയിലാണ് എന്ത് വന്നത്? നാസിസം വന്നത്. എവിടെയാണ് വന്നത്? നാസിസം വന്നത് ജർമ്മനിയിലാണ്. ഓക്കെ, അത് കൊണ്ടുവന്നത് ഹിറ്റ്ലറാണ്. മുസോളിനിയേക്കാൾ ഒരു തരത്തില് മുസോളിനിയേക്കാൾ കുറച്ചുകൂടെ അക്രമാസക്തനായ ഒരു നേതാവായിരുന്നു ആര്? നമ്മുടെ ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, നാസിസം എന്ന് പറയുന്നത് ആരാ കൊണ്ടുവന്നത്? ജർമ്മനിയിലാണ് ഹിറ്റ്ലറാണ് കൊണ്ടുവന്നത്. സെക്കൻഡ് വേൾഡ് വാറിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, സെക്കൻഡ് വേൾഡ് വാർ ഉടലെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? നാസിസമാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഏതാണ്? വേഴ്സായി സന്ധി നമ്മൾ നോക്കിയല്ലേ? വേഴ്സായി സന്ധിയില് ആർക്കാണ് നമ്മൾ എല്ലാ കുറ്റവും ചുമത്തി കൊടുത്തത്? ജർമ്മനിക്കാണ് കുറ്റമെല്ലാം ചുമത്തി കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? ട്രീറ്റി ഓഫ് വേഴ്സായി ഒപ്പുവെക്കുകയും ജർമ്മനിയിലെ എല്ലാ പ്രദേശങ്ങളും എല്ലാ രാജ്യങ്ങളും തമ്മിൽ എന്ത് ചെയ്തു? വീതിച്ചെടുക്കുകയും ജർമ്മനി എന്ത് ചെയ്തു? ഒന്നുമില്ലാത്ത ഒരു ഉപയോഗശൂന്യമായ ഒരു ബിഗ് സീറോയിലോട്ട് മാറ്റുകയും ചെയ്തു, അല്ലെ? ഈ സമയത്താണ് എന്ത് വന്നത്? നമ്മുടെ ഇറ്റലിയില് ഫാസിസം വന്നത്. ഇറ്റലിയിലെ ഫാസിസം കൊണ്ടുവന്ന വ്യക്തി ആരായിരുന്നു? നമ്മുടെ മുസോളിനിയാണ്. മുസോളിനി എന്താ സംഭവിച്ചത്? 7 ലക്ഷത്തോളം പേര് ഇറ്റലിയിൽ മരിച്ചിട്ടും ഭരണകൂടം ഇറ്റലിക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തില്ല. അതില് മനസ്സില് ഒരു അതൃപ്തി തോന്നിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? ഇറ്റലിയില് എന്ത് കൊണ്ടുവന്നത്? ഫാസിസം കൊണ്ടുവന്നത്. ആരാ കൊണ്ടുവന്നത്? നമ്മുടെ മുസോളിനിയാണ് കൊണ്ടുവന്നത്, അല്ലെ? സോഷ്യലിസ്റ്റ് പാർട്ടി അട്ടിമറിച്ചു കൊണ്ടുവന്ന ഒരു സംഘടനയായിരുന്നു ഫാസിസം എന്ന് പറയുന്നത്. അവർ കൊണ്ടുവന്ന ഒരു യൂത്ത് വിങ്ങിന്റെ പേരെന്താണ്? ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ കറുത്ത കുപ്പായക്കാർ എന്ന് പറയുന്നു. ഇനി നാസിസത്തിലോട്ട് നമുക്ക് പോകാം. വെരി ഇമ്പോർട്ടന്റ് ആണ് നാസിസം. നാസിസം കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ഹിറ്റ്ലർ ആണ്. എവിടെയാ കൊണ്ടുവന്നത്? ജർമ്മനിയിലാണ് കൊണ്ടുവന്നത്.
സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തന്നെ ഏതാണ്? നമ്മുടെ ഹിറ്റ്ലറിന്റെ എന്താണ്? നാസിസമാണ്. മനസ്സിലായല്ലോ? സമഗ്രാധിപത്യം, ശ്രദ്ധിച്ചിരിക്കുക, ഫുൾ പവർ നേടിയെടുക്കണം, അല്ലെങ്കിൽ ആധിപത്യം, ഓട്ടോക്രസി നേടിയെടുക്കണം എന്നുള്ള വാശിയിൽ അല്ലെങ്കിൽ ആഗ്രഹത്തിൽ മുന്നോട്ട് വന്ന വ്യക്തിയായിരുന്നു ഹിറ്റ്ലർ എന്ന് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ ഈ ഒരു ആഗ്രഹം ആദ്യമേ തുടക്കത്തില് മുന്നോട്ട് വച്ചത് നമ്മുടെ മുസോളിനി ആണെങ്കിലും അതിനെ പാരമ്യത്തിൽ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിച്ച വ്യക്തി ആരായിരുന്നു? ഹിറ്റ്ലർ ആണ്. സമഗ്രാധിപത്യം നേടിയെടുക്കണം അല്ലെങ്കിൽ സമഗ്രാധിപത്യം മൊത്തത്തിൽ നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ചത് ആരാണ്? നമ്മുടെ എന്താണ്? മുസോളിനിയാണ്. പക്ഷേ അത് പാരമ്യത്തിൽ എത്തിച്ചത് അല്ലെങ്കിൽ അത് അവസാനം വരെ എത്തിച്ചത് ആരാണ്? ഹിറ്റ്ലർ ആണ്. മനസ്സിലായി? അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം എടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വഴിയെ പഠിക്കാം. എന്തൊക്കെയാണ് നോക്കിക്കേ. സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാസി പാർട്ടിയെ വികസിപ്പിച്ചത് ആരായിരുന്നു? ഹിറ്റ്ലർ ആയിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, എഴുതി വെച്ചോ. നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി, നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി, ഇതാണ് എന്തായി മാറിയത്? നാസിസമായിട്ട് മാറിയത്. ഈ പാർട്ടിയെ വികസിപ്പിച്ചെടുത്ത ആരായിരുന്നു? ഹിറ്റ്ലർ ആയിരുന്നു. മനസ്സിലായോ? അദ്ദേഹം എന്താണ് ഒരുപാട് നാള് ജയിലിൽ കിടക്കേണ്ട, അക്രമസക്തമായ ദേശീയത നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ എവിടെയാക്കി? ജയിലിലാക്കി. ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഒരു നോവൽ എഴുതുകയുണ്ടായി, ഒരു കഥ എഴുതുകയുണ്ടായി. അതിനെയാണ് മെയിൻ കാഫ് എന്നറിയപ്പെടുന്നു. എന്നറിയപ്പെടുന്നു? മെയിൻ കാഫ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജയിൽ ജീവിതത്തിൽ അദ്ദേഹം ജയിലിൽ വച്ച് കുറിച്ച ഒരു എന്താണ് പുസ്തകമാണ് അല്ലെങ്കിൽ കഥയാണ് എന്തെന്ന് പറയുന്നത്? മെയിൻ കാഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ടെക്സ്റ്റ് പിൽക്കാലത്തിൽ എന്തായി? നാസികളുടെ ബൈബിളായി മാറി. മനസ്സിലായി? നമ്മൾ ഖുർആൻ ഉപയോഗിക്കുന്നത് പോലെയും അതുപോലെ ഹോളി ബൈബിൾ ഉപയോഗിക്കുന്നത് പോലെ രാമായണം ഉപയോഗിക്കുന്നത് പോലെയും ഒക്കെ ഇത് എന്താണ്? നാസികളുടെ ബൈബിളായിട്ട് ഏത് മാറുകയാണ്? മെയിൻ കാഫ് എന്ന് പറയുന്നത്. ഹിറ്റ്ലർ ജയിലിൽ വെച്ച് എഴുതിയ പുസ്തകമാണ് ഏത്? മെയിൻ കാഫ് എന്ന് പറയുന്ന പുസ്തകം മാറുക ഉണ്ടായി. മനസ്സിലായോ? ഇനി ഹിറ്റ്ലറുടെ പ്രധാനപ്പെട്ട ഗ്രൂപ്പിന്റെ പേരെന്താണ്? നേരത്തെ ബ്ലാക്ക് ഷർട്ടിങ്, ഇവിടെ എന്താണ്? ബ്രൗൺ ഷർട്ട് അല്ലെങ്കിൽ തവിട്ട് കുപ്പായക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രൗൺ ഷർട്ട് അല്ലെങ്കിൽ തവിട്ട് കുപ്പായക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഇനി അടുത്തെന്താണ്? ഈ ബ്രൗൺ ഷർട്ട് എന്ന സൈന്യത്തെ അവർ സംഘടിപ്പിക്കുകയും ജർമ്മൻ എന്താണ് ഇടക്കാർ എന്ന് ഹിറ്റ്ലർ നൽകിയ വാഗ്ദാനങ്ങളുമായി അതായത് ഇവിടെ വേറൊന്നുമല്ല പറയുന്നത്, ജർമ്മനിയിലെ സാധാരണക്കാര് അല്ലെ, ജർമ്മനിയിലെ എന്താണ് സാധാരണക്കാരും ഇടനിലക്കാരും ഒക്കെ ആരുടെ വാക്കിൽ മയങ്ങി? ഹിറ്റ്ലറുടെ വാഗ്ദാനങ്ങളിൽ മയങ്ങി ഹിറ്റ്ലറുടെ കൂടെ എന്ത് ചെയ്തു? അണിനിരുന്നു. മനസ്സിലായോ? ഭരണകൂടത്തെ മാറ്റിക്കൊണ്ട് ഹിറ്റ്ലറിന്റെ കൂടെ എന്ത് ചെയ്തു? അണിചേരുക ഉണ്ടായി. മനസ്സിലായോ? അതാണ് ബ്രൗൺ ഷർട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടെ ഇറ്റലിയില് നമ്മുടെ മുസോളിനി നമ്മുടെ ഫാസിസം കൊണ്ടുവന്നപ്പോൾ ജർമ്മനിയില് ഹിറ്റ്ലർ എന്ത് കൊണ്ടുവരികയാണ്? നാസിസമാണ് കൊണ്ടുവരുന്നത്. സമഗ്രാധിപത്യം എന്ന ആശയം മുന്നോട്ട് വച്ചത് മുസോളിനി ആണെങ്കിലും അത് പാരമ്യത്തിൽ എത്തിച്ചത് ആരാണ്? ഹിറ്റ്ലർ ആണ്. മനസ്സിലായോ? നാഷണൽ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ് പിൽക്കാലത്ത് ഏത് പാർട്ടിയാണ് മാറിയത്? നാസി പാർട്ടി മാറിയത്. മനസ്സിലായോ? എന്താണ്? അക്രമാസക്തമായ പെരുമാറ്റത്തെ തുടർന്ന് അറസ്റ്റിലായ ഹിറ്റ്ലർ ജയിലിൽ വച്ച് മെയിൻ കാഫ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ക്ലിയർ അല്ലേ? മെയിൻ കാഫ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുകയുണ്ടായി. ആ മെയിൻ കാഫ് എന്ന് പറയുന്ന പുസ്തകം എഴുതി അത് എന്തായി മാറുകയാണ്? നാസി പാർട്ടികളുടെ ബൈബിളായി എന്ത് ചെയ്തു? പ്രത്യക്ഷത്തിൽ അറിയപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? നാസി പാർട്ടികളുടെ ബൈബിളായി ഏതറിയപ്പെടുകയാണ്? മെയിൻ കാഫ് എന്ന് അറിയപ്പെടുന്നു. ഇനി ജയിൽ മോചിതനായതിനു ശേഷമാണ് അദ്ദേഹം എന്ത് ഗ്രൂപ്പ്സ് തുടങ്ങിയത്? ബ്ലാക്ക് ഷർട്ട് മുസോളിനി തുടങ്ങിയപ്പോൾ ബ്രൗൺ ഷർട്ട് ആര് തുടങ്ങി? ഹിറ്റ്ലർ ബ്രൗൺ ഷർട്ട് തുടങ്ങി. മനസ്സിലായോ? ഈ ജർമ്മനിയിലെ ഈ നാസി പാർട്ടി നമ്മുടെ അധികാരത്തിലിരിക്കുന്ന ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരെല്ലാം മുന്നോട്ട് വന്ന് അട്രാക്ട് ചെയ്യാൻ തുടങ്ങിയത് ഇടനിലക്കാരെ എന്ത് ചെയ്തു? കോൺസെൻട്രേഷൻ ചെയ്തു. ഇടനിലക്കാരെ എന്ത് ചെയ്തു? അദ്ദേഹം അവരുടെ വാഗ്ദാനങ്ങളിൽ, ഇദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ നാസി പാർട്ടി പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇടനിലക്കാർ എന്ത് ചെയ്തു? വീഴുകയും ഇവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്തു. ഇവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഏതൊക്കെയാണ്? നികുതി ഭാരം കുറച്ചു തരും. ഹിറ്റ്ലർ പറഞ്ഞതാണ്. ജർമ്മനിയിലെ സാധാരണക്കാരായ ജനങ്ങളോട് പറഞ്ഞു, എന്താണ്? ഞാൻ നിങ്ങളുടെ നികുതി ഭാരം കുറച്ചു തരും. പിന്നെ വൻകിട വ്യവസായങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യും? ദേശസാൽക്കരിക്കും. തൊഴിലില്ലായ്മ മാറ്റും. ധാരാളം തൊഴിലവസരങ്ങൾ കൊണ്ടുവരും. ഹിറ്റ്ലറുടെ വാഗ്ദാനങ്ങളാണ്.
ഇനി തിരിച്ചുപിടിച്ച നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അൽസൈസ് ലോറൈൻ ഒക്കെ എന്ത് ചെയ്യും, തിരിച്ചുപിടിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, ജർമ്മനിയോട് ആര് പറയുകയുണ്ടായി, നമ്മുടെ ഹിറ്റ്ലർ പറയുകയുണ്ടായി. ഇതിൽ വിശ്വാസം അർപ്പിക്കുകയും ഇത് സത്യമാണെന്ന് വിചാരിച്ച കുറെ ആൾക്കാർ നാസി പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയും നാസികളുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തു. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഇപ്പൊ മെയിൻ കാഫ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ആരാണ്? നമ്മുടെ ഹിറ്റ്ലർ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 1929 ആഗോളമാന്യം നമുക്കൊരു ഫുഡ് സ്കേഴ്സിറ്റി ഒക്കെ എന്ത് ചെയ്തു അവിടെ ഉടലെടുത്തപ്പോൾ ജർമ്മനിയെ വളരെയധികം എന്ത് ചെയ്തു, അത് ഇരയാക്കി. 1933 1933 ജനാധിപത്യത്തിന്റെ ഭാഗമായി എന്ത് ചെയ്തു, ജർമ്മൻ പാർലമെന്റിന്റെ മന്ദിരമായ റീഫ്സ്റ്റാഗ് എന്ന് പറയുന്ന നാസികൾ തീ വെച്ച് നശിപ്പിച്ചു. തുടർന്ന് ഹിറ്റ്ലർ സ്വയം ജർമ്മൻ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. അക്രമാസക്തമായ ദേശീയതയാണ് ഹിറ്റ്ലർ എന്ത് ചെയ്തു മുന്നോട്ട് കൊണ്ടുവന്നത്. സമാധാനപരമായ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവിടെ. എന്താണ്? ജർമ്മൻ പാർലമെന്റിന്റെ മന്ദിരമായ റീഫ്സ്റ്റാഗ്, മനസ്സിലായോ? റീഫ്സ്റ്റാഗ് എന്ന് പറയുന്ന ആ കെട്ടിടത്തെ നാസികൾ തീ വെച്ച് എന്ത് ചെയ്തു, നശിപ്പിച്ചു. എന്നിട്ട് ജർമ്മനിയിലെ പ്രസിഡന്റായി ആര് അധികാരമേൽക്കുകയാണ്? നമ്മുടെ നാസികളുടെ നേതാവായ ഹിറ്റ്ലർ അധികാരമേറ്റു. മുസോളിനി അഴിച്ചുവിട്ട പ്രശ്നങ്ങളെക്കാൾ രൂക്ഷമായിരുന്നു നാസി പാർട്ടിയില് നമ്മുടെ ഹിറ്റ്ലർ കൊണ്ടുവന്ന നയങ്ങള്. അക്രമാസക്തവും ഒരു എന്താണ് ദയയും ഒരു അനുഭൂതിയും ഒന്നും ഇല്ലാതെ സാധാരണക്കാരെയും പട്ടാളക്കാരെയൊക്കെ അദ്ദേഹം നിഷ്കരണം എന്ത് ചെയ്തു, കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കി. മനസ്സിലായോ? യഹൂദന്മാരാണ് ജർമ്മനിയിലെ എന്താണ് ശാപങ്ങൾക്ക് കാരണമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ജർമ്മനിയിലെ എല്ലാ യഹൂദന്മാരെയും കൊന്നൊടുക്കുകയുണ്ടായി. ആര്? ഹിറ്റ്ലർ. ഇപ്പൊ പൈശാചികപരമായും നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമായ ഒരു നയമാണ് ആര് സ്വീകരിച്ചത്? നമ്മുടെ ഹിറ്റ്ലർ സ്വീകരിച്ചത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ജർമ്മനിയിലെ പ്രശ്നങ്ങൾക്ക് കാരണം, ജർമ്മനിയുടെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്നത് യഹൂദന്മാരാണ്, ജൂദാസ് അല്ലെ, യഹൂദന്മാരാണെന്ന് പറഞ്ഞ് യഹൂദന്മാരെ കൊന്നൊടുക്കുകയുണ്ടായി ഹിറ്റ്ലർ. ഓക്കെ, നിഷ്ഠൂരം അവരെ വധിക്കുകയും കൂട്ടക്കൊലയ്ക്ക് എന്ത് ചെയ്തു, ഇരയാക്കുകയും ചെയ്തു. അടുത്ത്, ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ സർവശക്തിയായിട്ട് ആര് മാറണം? ജർമ്മനി മാറണം എന്നുള്ളൊരു മോഹം ആർക്കുണ്ടായിരുന്നു? ഹിറ്റ്ലറിന് ഉണ്ടായിരുന്നു. അതിനായി അദ്ദേഹം ഒരു രഹസ്യ പോലീസിനെ കൊണ്ടുവന്നു. അതാണ് ഗെസ്റ്റപ്പോ. എന്താണ് കൊണ്ടുവന്നത്? ഒരു രഹസ്യ പോലീസ് കൊണ്ടുവന്നു. മറ്റു രാജ്യങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് ചോർത്തി കൊടുക്കുന്ന ഒരു രഹസ്യ പോലീസിനെ കൊണ്ടുവന്നു. അതാണ് ഗെസ്റ്റപ്പോ എന്ന് അഭിപ്രായപ്പെടുന്നത്. മനസ്സിലായോ? എന്നിട്ട് എന്താ പറഞ്ഞത്? 1938 ആയപ്പോ ഈ എല്ലാ ക്രൈസ്തവരും അല്ലെങ്കിൽ എല്ലാ ക്രൈസ്തവ സമൂഹരും ആരുടെ മുമ്പിൽ കീഴടങ്ങി? ഹിറ്റ്ലറുടെ മുമ്പിൽ എന്ത് ചെയ്തു? കീഴടങ്ങുകയുണ്ടായി. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇതെല്ലാം എന്തിലോട്ട് വഴിതെളിച്ചു? രണ്ടാം ലോക മഹായുദ്ധത്തിലോട്ട് വഴിതെളിച്ചു. അപ്പൊ നാസിസം കൊണ്ടുവന്നത് ഹിറ്റ്ലറാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഒന്നും കേൾക്കാത്തവർ ഇത്രയെങ്കിലും എഴുതി വെക്കുക പരീക്ഷയ്ക്ക്. നാസിസം കൊണ്ടുവന്നത് ഹിറ്റ്ലറാണ്. എവിടെയാണ്? ജർമ്മനിയിലാണ്. ജർമ്മനിയില് സമഗ്രാധിപത്യം, ഓട്ടോക്രസി എന്ന് പറയുന്നത് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ മുസോളിനിയാണ്. പക്ഷേ അതിനെ പാരമ്യത്തിൽ എത്തിച്ചത് അല്ലെങ്കിൽ അതിനെ സക്സസ് ആക്കി മാറ്റിയത് ആരാണ്? ഹിറ്റ്ലറാണ്. അദ്ദേഹത്തിന്റെ നയങ്ങൾ എങ്ങനെയായിരുന്നു? അക്രമാസക്തമായ നയങ്ങളിലൂടെയാണ് അദ്ദേഹം അധികാരം പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചത്. മനസ്സിലായോ? ജർമ്മനിയിലെ കാര്യങ്ങളാണ്. ഇനി അദ്ദേഹം എന്താണ്? ജർമ്മൻ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു ചുരുക്കപ്പേരിൽ അദ്ദേഹത്തിന്റെ പാർട്ടി രൂപീകരിക്കുകയും അക്രമാസക്തമായ ദേശീയതയുടെ ഫലമായി ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ജയിലിൽ അടയ്ക്കുകയും ജയിലിൽ വച്ച് മെയിൻ കാഫ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുകയും ആ പുസ്തകം നാസി പാർട്ടികളുടെ ബൈബിളായി മാറുകയും ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ജയിൽ മോചനത്തിന് ശേഷം എന്താ സംഭവിച്ചത്? തവിട്ട് കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട് എന്ന് പറയുന്ന ഒരു സംഘടനയെ അദ്ദേഹം എന്ത് ചെയ്തു? സംഘടനയോട് എന്ത് ചെയ്തു? അദ്ദേഹം രൂപീകരിക്കുകയും ജർമ്മനിയിലെ എല്ലാ ഇടനിലക്കാരെ അദ്ദേഹം സ്വാധീനിക്കുകയും അവരുമായിട്ടൊക്കെ എന്ത് ചെയ്തു? നാസി പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. എന്നിട്ട് സാധാരണ ജനങ്ങള് ഇദ്ദേഹത്തിന്റെ വലയിൽ വീണത് എങ്ങനെയാണ്? ഇദ്ദേഹം കുറെ വാഗ്ദാനങ്ങൾ നൽകുകയുണ്ട്. എന്തൊക്കെയാണ് വാഗ്ദാനങ്ങള്? നികുതി ഭാരം കുറയ്ക്കും, തൊഴിലില്ലായ്മ ഞാൻ കുറയ്ക്കും, പിന്നെന്താണ്? വൻകിട വ്യവസായത്തെ ദേശസാൽക്കരിക്കും, നഷ്ടപ്പെട്ട പ്രദേശങ്ങളെ തിരിച്ചു പിടിക്കും. ഇങ്ങനെയുള്ള കുറെ പൊള്ളയായ കാര്യങ്ങൾ ഇദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞു. പിന്നെ എന്താ സംഭവിച്ചത്? 1929 ഫുഡ് സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ആഗോള മാന്ദ്യം എന്ത് ചെയ്തു? ജർമ്മനിയെ വളരെയധികം ബാധിച്ചു. അല്ലെ? നാസിസത്തെ എതിർത്ത എല്ലാവരെയും ഹിറ്റ്ലർ എന്ത് ചെയ്തു? കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കി. മനസ്സിലായോ? കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കി. ഇനി 1933 ജനാധിപത്യത്തിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? അദ്ദേഹം റീഫ്സ്റ്റാഗ് എന്ന് പറയുന്ന ജർമ്മനിലെ എന്താണ്
പാർലമെന്റ് മന്ദിരത്തെ തീ വെച്ച് നശിപ്പിക്കുകയും ഹിറ്റ്ലറിന്റെ അനുയായികൾ തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ജർമ്മനിയിലെ പ്രസിഡന്റായി സ്വയം ആര് നിയമിതനാവുകയാണ്? ഹിറ്റ്ലർ നിയമിതനാവുകയാണ്. ജർമ്മനിയിലെ എല്ലാ ശാപങ്ങൾക്കും കാരണം ജൂതരാണെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം യഹൂദരെ നിഷ്കരണം എന്ത് ചെയ്തു? വെടിവെച്ച് കൊല്ലുകയുണ്ടായി. മനസ്സിലായോ? ഗെസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസിനെ അദ്ദേഹം ഏർപ്പെടുത്തുകയും പിന്നെ 1938 ആയപ്പോൾ ക്രൈസ്തവ മേധാവിത്വവും എല്ലാവരും ആരുടെ കാൽ കീഴിൽ അടിയറ വച്ചു? ഹിറ്റ്ലറുടെ കാൽ കീഴിൽ എന്ത് ചെയ്തു? അടിയറവ് വച്ചു. ഇതെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായ ഘടകങ്ങളാണ്. മനസ്സിലായോ? ഇതെല്ലാം എന്തിനു കാരണമായി? രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റത്തത് നാസിസം, പിന്നെ എന്താണ് ഫാസിസം, നാസിസം, ആരാണ് കറുത്ത കുപ്പായക്കാർ, ആരാണ് ബ്ലാക്ക് ഷർട്ടുകാർ എന്ന് പറയുന്നത്, ഇനി ഹിറ്റ്ലറുടെ വാഗ്ദാനങ്ങൾ എങ്ങനെയാണ്, പിന്നെ എന്തൊക്കെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ, ഇതെല്ലാം നമ്മൾ നല്ല വൃത്തിക്ക് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വേഴ്സായി സന്ധി. അറിയാലോ, ജർമ്മനിയിലെ എല്ലാ കുറ്റങ്ങളും ജർമ്മനിയുടെ മേലെ എന്ത് ചെയ്തു? കെട്ടിവെക്കുകയും ജർമ്മനിയിലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? നഷ്ടപരിഹാര തുകയൊക്കെ വാങ്ങിച്ച കാര്യങ്ങൾ. ഫാസിസം കൊണ്ടുവന്ന ആരാണ്? മുസോളിനിയാണ്. എവിടെയാ കൊണ്ടുവന്നത് ഫാസിസം? ഇറ്റലിയിലാണ് കൊണ്ടുവന്നത്. അല്ലെ? ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ ഫാസിസത്തില് പഠിച്ചു. യുദ്ധത്തെ മഹത്വവൽക്കരിക്കുന്ന ഒരു പാർട്ടിയാണ് ഏതെന്ന് പറയുന്നത്? ഫാസിസം എന്ന് പറയുന്നത്. നാസിസം കൊണ്ടുവന്ന എവിടെയാണ്? ജർമ്മനിയിലാണ്. ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ ഹിറ്റ്ലർ ആണ് കൊണ്ടുവന്നത്. അല്ലെ? മെയിൻ കാഫ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിന്റെയാണ്. തവിട്ടുകുപ്പായക്കാർ അദ്ദേഹത്തിന്റെയാണ്. അല്ലെ? ഗെസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് ആരുടെയാണ്? നമ്മുടെ നാസി പാർട്ടികളുടെയാണ്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്തു? ഇതിനകത്ത് ഒരു ഷോർട്ട് ആയിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. ഈസി ആയിട്ട് പഠിക്കാനും കഴിയും. ഈ ഒരു കണക്ഷൻ പഠിച്ചു വെക്കുക. ഫാസിസം ആര് കൊണ്ടുവന്നു? നാസിസം ആര് കൊണ്ടുവന്നു? ആരൊക്കെയാണ് അതിലെ ഗ്രൂപ്പ് ലീഡേഴ്സ്, അതുപോലെ തന്നെ ആരൊക്കെയാണെന്നുള്ള ഈ ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് പഠിക്കാതെ തിരിഞ്ഞു പോകും. മനസ്സിലായോ? നന്നായിട്ടൊന്ന് മനസ്സിലാക്കി ക്ലാസ് കാണുക, അതിനുശേഷം പുസ്തകം വായിക്കാൻ, നോട്ടൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് കഴിയും. അപ്പോ അതുപോലെ തന്നെ ഞങ്ങൾ എന്നും പറയുന്ന പോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ കോഴ്സിനെ പറ്റി എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ കോളേജ് വരുന്നത് നെയ്യാറ്റിൻകര കളിക്കാള പോകുന്ന റോഡിൽ വാംപുത്ര ബിൽഡിങ്ങിന്റെ ടോപ്പിലാണ്. NIOSന്റെ +2ന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൺലൈൻ ആയിട്ടും കൊടുക്കുന്നുണ്ട്, ഓഫ്ലൈൻ ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക്, അതുപോലെ തന്നെ പഠനം പകുതി വഴിയിൽ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ മാക്സിമം അതിനുള്ള കമന്റ്സ് ഒക്കെ ഞങ്ങൾ തരുന്നതുമാണ്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും